വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ കൂടി, മൊഴിയിലെ വിവരങ്ങൾ കൂടി പ്രേക്ഷകരെ അറിയിക്കുകയാണ്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. രാഹുൽ വിശ്വാസവഞ്ചന കുറ്റവും രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്നു എന്നുള്ള വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. പെൺകുട്ടിയുടേത് 20 പേജോളമുള്ള മൊഴിയാണ്. 1ഉം 2ഉം പേജുകളിലല്ല, 20 പേജുകളിലായിട്ടാണ് ഈ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള മൊഴികൾ നൽകിയിരിക്കുന്നത്. രാഹുൽ നിർബന്ധിച്ചു മരുന്ന് കഴിപ്പിച്ചു എന്നാണ് മൊഴിയിലുള്ളത്. ബംഗളൂരുവിൽ നിന്ന് രാഹുലിന്റെ സുഹൃത്ത് മരുന്ന് എത്തിച്ചിരിക്കുന്നു. മരുന്ന് കഴിച്ചെന്ന് വീഡിയോ കോൾ വഴി വിളിച്ച് രാഹുൽ ഉറപ്പുവരുത്തി. മൊഴിയെടുപ്പ് നീണ്ടത് 5.5 മണിക്കൂറാണ്. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്തായിരുന്നു ബംഗളൂരുവിൽ നിന്നെത്തിച്ച മരുന്ന് രാഹുലിന്റെ സുഹൃത്ത് വഴി പെൺകുട്ടിയിലേക്ക് എത്തിക്കുന്നതും അത് ഈ പെൺകുട്ടി മരുന്ന് കഴിച്ചു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി വീഡിയോ കോൾ വിളിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമവിരുദ്ധമായി നിർബന്ധിച്ച് വീഡിയോ കോൾ വഴി ബംഗളൂരുവിൽ നിന്നെത്തിച്ച മരുന്ന് ഈ പെൺകുട്ടിയെ കൊണ്ട് കഴിപ്പിച്ചു എന്ന് ഉറപ്പുവരുത്തി. മൊഴിയെടുപ്പ് 5.5 മണിക്കൂർ നീണ്ടുവെന്നും പെൺകുട്ടിയുടെ വൈദ്യപരിശോധന അല്പസമയത്തിനുള്ളിൽ നടത്തുമെന്നും അറിയുന്നു. നേമം സ്റ്റേഷനിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യും. 0 എഫ്ഐആർ ആണ് വലിയമല സ്റ്റേഷനിൽ ഇട്ടിരിക്കുന്നത്. കുറ്റം നടന്നത് നേമം സ്റ്റേഷൻ പരിധിയിലായതിനാലാണ് ഇപ്പോൾ കേസ് നേമം സ്റ്റേഷനിലേക്ക് മാറ്റിയിരിക്കുന്നത്. യുവതിയുടെ രഹസ്യമൊഴി എടുക്കാൻ ഇന്ന് അപേക്ഷ നൽകും. നെയ്യാറ്റിൻകര കോടതിയിലായിരിക്കും അപേക്ഷ നൽകുകയെന്നും അറിയുന്നു. പ്രധാനപ്പെട്ട വിവരങ്ങൾ വരുന്നു. TV പ്രസാദ്, രാഹുൽ മാങ്കൂട്ടത്തിന് കൂടുതൽ കുരുക്കായി. റോഷിപാൽ, ഇപ്പോൾ വരുന്ന വിവരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്ങനെയാണ് നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തിയത്? BNS ഭാരതീയ ന്യായ സംഹിത 89 പ്രകാരം പെൺകുട്ടിയുടെ അനുമതിയില്ലാതെ പെൺകുട്ടിയെ നിർബന്ധിച്ച് വീഡിയോ കോൾ വഴി ഭീഷണിപ്പെടുത്തി ഈ ഗുളിക കഴിപ്പിച്ചു എന്നുള്ളതാണ്. ഇതടക്കം 20 പേജുള്ള മൊഴിയാണ് ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്നത്. കൂടുതൽ കുരുക്കായി മാറുകയാണോ രാഹുലിന്? റോഷിപാൽ. അരുൺകുമാർ, രാഹുലിന്റെ കുരുക്ക് മുറുകുന്ന സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. കാരണം പെൺകുട്ടി 5.5 മണിക്കൂർ നീണ്ട ആ മൊഴിയെടുപ്പിൽ നൽകിയ വിവരങ്ങളും ആ തെളിവുകളും അടക്കം ഏറ്റവും സുപ്രധാനമാണ്. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് FIR കടുത്ത വകുപ്പുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ അധികാരവും സ്വാധീനവും ഉപയോഗിച്ച് പെൺകുട്ടിയെ തുടർച്ചയായി ഭീഷണിപ്പെടുത്തി അപായപ്പെടുത്തുമെന്നടക്കം ഭീഷണിപ്പെടുത്തിയാണ് ഗർഭചിത്രത്തിന് നിർബന്ധിച്ചത്. അതിനുവേണ്ടി മരുന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സുഹൃത്തായ പത്തനംതിട്ടക്കാരനായ യുവ വ്യവസായി എത്തിക്കുന്നു. ആ മരുന്ന് എത്തിച്ചത് മാത്രമല്ല, ഈ മരുന്ന് പെൺകുട്ടി കഴിച്ചു എന്ന് ഉറപ്പുവരുത്താൻ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ, ആ പ്രചാരണത്തിന്റെ ഘട്ടത്തിൽ അവിടെയൊന്നും വീഡിയോ കോൾ വഴിയാണ് ഇത് ഉറപ്പുവരുത്തുന്നത്. വീഡിയോ കോളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉള്ളപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നിർദ്ദേശപ്രകാരമാണ് ആ മരുന്ന് പെൺകുട്ടി കഴിക്കുന്നത്. അശാസ്ത്രീയമായ രീതിയിലുള്ള ഗർഭചിത്രമാണ് നടന്നതെന്ന് മെഡിക്കൽ റിപ്പോർട്ട് കൂടിയുണ്ട്. ആ മെഡിക്കൽ റിപ്പോർട്ട് അടക്കം ഇന്നലെ പെൺകുട്ടി പോലീസ് സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. അതുകൊണ്ട് അതീവ ഗുരുതരമായ കുറ്റമാണ്. ഈ മരുന്ന് എങ്ങനെയാണ് ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിന് സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് എന്നത് പ്രധാനമാണ്. കാരണം ഒരുപക്ഷെ ജീവൻ പോലും അപകടപ്പെടുത്താൻ പറ്റുന്ന മരുന്നാണ്. ആ മരുന്ന് ഒരു കാരണവശാലും ഡോക്ടർമാരുടെ കുറിപ്പടിയില്ലാതെ ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള മരുന്ന് അതിൻ്റെ 2 ഡോസാണ് ആ പെൺകുട്ടിക്ക് നൽകിയത്. ആദ്യഘട്ടത്തിലും രണ്ടാമതും അത് 2 തവണയായി മരുന്ന് കഴിക്കുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ ആ മരുന്ന് കഴിപ്പിക്കുകയായിരുന്നു എന്നാണ് മൊഴിയിൽ പെൺകുട്ടി നൽകിയത്. നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്ത് അവിടെയൊന്നും വീഡിയോ കോൾ വഴി ആ പെൺകുട്ടിക്ക് മരുന്ന് കഴിക്കാനുള്ള നിർദ്ദേശം നൽകുന്നു. ആ മരുന്ന് കഴിച്ചെന്ന് ഉറപ്പുവരുത്തുന്നു. അതിനുശേഷമാണ് ആ വീഡിയോ കോൾ പോലും കട്ട് ചെയ്യുന്നത്. അങ്ങനെ അതീവ ഗുരുതരമായ ഒരു MLA-ക്കെതിരെയാണ് ഇത്രയും ഗുരുതരമായ മൊഴി പെൺകുട്ടി പോലീസിന് നൽകിയിരിക്കുന്നത്. അത് സംബന്ധിച്ച പ്രധാനപ്പെട്ട തെളിവുകളുമുണ്ട്. ഇനി ആ മരുന്ന് എത്തിച്ച യുവാവിനെ കണ്ടെത്തണം. ആ യുവാവ് കൂടി കേസിൽ പ്രതിയാകും. അത് ഒരു വ്യവസായിയാണ്. അത് പത്തനംതിട്ട സ്വദേശിയായ രാഹുലിന്റെ ഉറ്റ സുഹൃത്തായ വ്യവസായിയാണ്. അതുകൊണ്ട് ആ സുഹൃത്തിനെ കൂടി അറസ്റ്റ് ഒരുപക്ഷെ ഈ കേസിൽ ഉൾപ്പെടുത്തി പ്രതി ചേർക്കേണ്ടി വരും, ചോദ്യം ചെയ്യേണ്ടി വരും. മരുന്ന് ബംഗളൂരുവിൽ നിന്ന് എത്തിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. മാത്രവുമല്ല, രാഹുലിന്റെ മറ്റൊരു സുഹൃത്ത്, ഒരു ഫാർമ കമ്പനി നടത്തുന്ന സുഹൃത്തുണ്ട്. അവരടക്കം നേരത്തെ തന്നെ ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഈ മരുന്ന് ഏറ്റവും ഗുരുതരമായ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പെൺകുട്ടിക്ക് ഉണ്ടാക്കിയെന്ന് ഉള്ള മെഡിക്കൽ റിപ്പോർട്ട് കൂടി കൈമാറിയിട്ടുണ്ട്. ഒരുപക്ഷെ പെൺകുട്ടിക്ക് അതീവ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ, അതിൻ്റെ ചികിത്സയടക്കം ലഭിച്ചത് പിന്നീടാണ്. ഇങ്ങനെ ഗർഭചിത്രം നടത്തിയതിനു ശേഷം ആവശ്യമായ ചികിത്സ നൽകാനുള്ള, ചികിത്സ തടയുന്ന തരത്തിലുള്ള പ്രവർത്തനം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അതുകൂടി മൊഴിക്കകത്തുണ്ട് എന്നാണ് അറിയുന്നത്. ഏതെങ്കിലും തരത്തിൽ ചികിത്സ തേടിക്കഴിഞ്ഞാൽ വിവരം അറിയും. അത് തൻ്റെ പൊളിറ്റിക്കൽ ലൈഫിന്
തടസ്സമാകും, അത് തനിക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകും, അതുകൊണ്ട് ചികിത്സ തേടേണ്ടതില്ല എന്ന നിർദ്ദേശം കൂടി പെൺകുട്ടിക്ക് നൽകിയതായി പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. അങ്ങനെ അതീവ ഗുരുതരമായ ആരോഗ്യാവസ്ഥയിലേക്ക് എത്തിയപ്പോഴാണ് പെൺകുട്ടി ആശുപത്രിയിലേക്ക് പോകുന്നത്. ആശുപത്രിയിലേക്ക് പോയതും അത് സംബന്ധിച്ച റിപ്പോർട്ടുകളും കൃത്യമായി ആ മെഡിക്കൽ റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട് അതീവ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് സൂചിപ്പിക്കുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ഗൂഢാലോചന, ഇത് പുറത്തു വരാതിരിക്കാൻ ഏതെങ്കിലും തരത്തിൽ ഒരുപക്ഷെ പെൺകുട്ടിയുടെ ജീവൻ പോലും അപായപ്പെടുത്താൻ സാധിക്കുന്ന തരത്തിലുള്ള മരുന്ന് ആ പെൺകുട്ടിക്ക് 2 ഡോസായി നൽകിയെന്നത് ഏറ്റവും പ്രധാനമാണ്. ഡോക്ടർ പറഞ്ഞതായി പെൺകുട്ടി പറയുന്നത് എങ്ങനെ ഇത് ഉപയോഗിക്കാൻ കഴിഞ്ഞു, എന്നിട്ട് ഉണ്ടായ അപകടത്തെക്കുറിച്ചടക്കം ഗൗരവത്തോടെയാണ് ഡോക്ടർ ഈ പെൺകുട്ടിയോട് പറഞ്ഞത്. എന്ത് ധൈര്യത്തിലാണ് ഈ മരുന്ന് ഉപയോഗിച്ചതെന്ന ചോദ്യമാണ് ആദ്യം ഈ മെഡിക്കൽ പരിശോധന കഴിഞ്ഞതിന് ഉടനെ തന്നെ ഡോക്ടർ ചോദിച്ചത്. അത്രയും ഗൗരവത്തിൽ ഉപയോഗിക്കേണ്ട മരുന്ന്, ഡോക്ടറുടെ സാന്നിധ്യത്തിൽ ഉപയോഗിക്കേണ്ട മെഡിസിനാണ് ഈ പെൺകുട്ടിക്ക് ഡോക്ടറെ കുറിപ്പടിയില്ലാതെ ആ കുട്ടിയുടെ ആരോഗ്യാവസ്ഥ പോലും പരിശോധിക്കാതെ നൽകിയത് എന്നത് ഏറ്റവും പ്രധാനമാണ്. അത് ഗൗരവമുള്ള ഒരു വിഷയമായി തന്നെയാണ് കാണേണ്ടത്. അതിനൊപ്പം തന്നെ വിശ്വാസവഞ്ചനയാണ്, വിവാഹ വാഗ്ദാനം നൽകിയതടക്കമുള്ള വിശ്വാസവഞ്ചന. ഇതിനൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ അധികാരം ഉപയോഗിച്ചു, തൻ്റെ സ്വാധീനം ഉപയോഗിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. ആ തരത്തിൽ തന്നെയായിരിക്കും പോലീസിന്റെ റിപ്പോർട്ട് കോടതിയിലേക്ക് എത്തുക. ഒരു MLA എന്നുള്ള അധികാരം, MLA എന്നുള്ള സ്വാധീനം ഉപയോഗിച്ച ഒരു അഭിനയായ പെൺകുട്ടിയെ കീഴ്പ്പെടുത്തുന്നു. ആ പെൺകുട്ടിയെ നിർബന്ധിച്ച് ഗർഭചിത്രത്തിന്, പെൺകുട്ടി താൻ ഗർഭചിത്രത്തിന് തയ്യാറല്ലെന്ന് പറയുമ്പോഴും ഭീഷണിപ്പെടുത്തി, ആവശ്യമെങ്കിൽ തനിക്ക് കൊലപ്പെടുത്താൻ നിമിഷങ്ങൾ മതി എന്ന തരത്തിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മരുന്ന് കഴിപ്പിച്ചു എന്നതാണ് പ്രധാനം. അതാണ് മൊഴിയായി എത്തുന്നത്. ഇനിയുള്ള പോലീസിന്റെ നീക്കം നിർണായകമാണ്. നെയ്യാറ്റിൻകര കോടതിയിലാണ് രഹസ്യമൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം അപേക്ഷ നൽകുക. രാവിലെ തന്നെ അപേക്ഷയെത്തും, ഇന്ന് തന്നെ രഹസ്യമൊഴി രേഖപ്പെടുത്തുമെന്നാണ് അറിയുന്നത്. ഏറ്റവും പ്രധാനമാകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും കൂടുതൽ തെളിവുകൾ കണ്ടെത്തേണ്ടതുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലും സംഘവും തെളിവ് നശിപ്പിക്കുമെന്ന സംശയം അന്വേഷണ സംഘത്തിനുണ്ട്. അങ്ങനെയുള്ള ഒരു സാധ്യത അടക്കാനുള്ള നീക്കവും ഒരു ഭാഗത്ത് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നു. പ്രത്യേക അന്വേഷണ സംഘം വരും. ഒരു വനിതാ IPS ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും ഒരുപക്ഷെ ഇനി അങ്ങോട്ട് കേസ് അന്വേഷിക്കാനുള്ള സാധ്യത. അങ്ങനെയുള്ള ആലോചന ഇന്നലെ തന്നെ നടന്നിരുന്നു. കാരണം പെൺകുട്ടിയുടെ കൂടെ അഭിപ്രായം ഈ കാര്യത്തിൽ പ്രധാനമാണ്. പെൺകുട്ടിക്ക് കംഫർട്ടായ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. റോഷി തുടരുക, TV പ്രസാദും തുടരുക. എവിടെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നതല്ലേ ചോദ്യം. നമുക്ക് ആദ്യം പാലക്കാട് ഒന്ന് തിരയാം, അതിനുശേഷം പത്തനംതിട്ടയിലും ഒന്ന് തിരയണം. നമുക്ക് പത്തനംതിട്ടയിലെ വീട്ടിലേക്കൊന്ന് പോകാം. പത്തനംതിട്ടയിൽ എത്തിയിട്ടുണ്ടോ ഗോകുൽനാഥ്? ഇപ്പോൾ പത്തനംതിട്ടയിൽ രാഹുലിന്റെ വീട്ടിലുണ്ട്, അവിടെ എത്താൻ സാധ്യതയില്ല. ഇന്നലെ വൈകുന്നേരം ഈ വാർത്ത നമ്മൾ 5 മണിക്ക് ബ്രേക്ക് ചെയ്യുന്ന സമയം വരെ കണ്ണാടിയിൽ പ്രചരണത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. റിപ്പോർട്ടർ ഈ വാർത്ത പുറത്തുവിട്ട ഉടൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് അവിടെ നിന്ന് മുങ്ങുന്നു. ഇടയ്ക്കൊന്ന് ഫോൺ ഓൺ ചെയ്യുന്നു, ഒളിവിലിരുന്നു കൊണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. തെറ്റു ചെയ്തിട്ടില്ലെന്ന് ബോധ്യമുള്ള കാലത്തോളം നിയമത്തിന് മുന്നിലും ജനകീയ കോടതിയിലും ഞാൻ പോരാടും എന്ന് പറഞ്ഞ് സത്യം ജയിക്കട്ടെ എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് പോസ്റ്റും ഇട്ട് ഒരൊറ്റ മുങ്ങലായി.